അപ്പോൾ ഇന്നിപ്പോൾ ബജറ്റാണ്. പത്രവിശേഷങ്ങളിൽ എന്തൊക്കെയാണ്? ബജറ്റുമായി ബന്ധപ്പെട്ട വലിയ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്ന റിപ്പോർട്ടുകൾ പത്രങ്ങൾ ഇന്ന് നൽകുന്നുണ്ട്. ഈ ബജറ്റ് അടക്കം ഒന്നോ രണ്ടോ വാർത്തകളിൽ പത്രങ്ങൾ കേന്ദ്രീകരിക്കുന്നത് പൊതുവെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഉപമുഖ്യമന്ത്രി അജിത് പവാറിൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിൻ്റെ അപകട മരണത്തിൻ്റെ വാർത്തയാണ്. മലയാള മനോരമയിൽ നിന്നും തുടങ്ങാം. മനോരമ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മുൻപേജിൽ നൽകുന്നത് ഈ റിപ്പോർട്ടാണ്. കത്തി അമർന്നു എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ഈ റിപ്പോർട്ട് നൽകുന്നു. വിമാന അപകടം, മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയുടെ വിശദാംശങ്ങളാണ് മുൻപേജിൽ നൽകുന്നത്. വിമാന അപകടം എങ്ങനെയാണ് എന്നതടക്കം അതിൻ്റെ ഒരു ചിത്രീകരണമൊക്കെ മനോരമ പതിവ് പോലെ നൽകുന്നുണ്ട്. 8:10 രാവിലെ മുംബൈ വിമാനത്താവളത്തിൽ നിന്നും വിമാനം പുറപ്പെടുന്നത് മുതൽ 8:50 ടേബിൾ ടോപ്പ് റൺവേയിൽ ഇടതുവശത്ത് 40 അടി താഴ്ചയിലായി വിമാനം തകർന്നു വീഴുന്നത് വരെയുള്ള ഒരു ടൈം ലൈൻ ചിത്രീകരിക്കുന്നു മലയാള മനോരമ മുൻപേജിൽ. ഈ വാർത്തയ്ക്കൊപ്പം മറ്റൊന്ന് പ്രധാനപ്പെട്ട വാർത്തയായി മലയാള മനോരമ മുൻപേജിൽ എടുത്തു കാട്ടുന്നത് സിൽവർ ലൈൻ ഉപേക്ഷിച്ച് സർക്കാർ അതിവേഗം മറ്റൊരു റെയിൽ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ്. പ്രാധാന്യത്തോടുകൂടി മുൻപേജിലും ഉൾപേജിലുമായി മലയാള മനോരമ ഈ വാർത്തയെ സമീപിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. തിരുവനന്തപുരം കാസർഗോഡ് RRTS തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പുതിയ പാതയുടെ പ്രഖ്യാപനം എന്നാണ് മലയാള മനോരമ ഈ വാർത്തയ്ക്ക് ശീർഷകം നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം കണ്ണൂർ വേഗപാതയ്ക്കായി വിശദമായ പഠന റിപ്പോർട്ട് തയ്യാറാക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് മെട്രോമാൻ ശ്രീധരനെ ചുമതലപ്പെടുത്തിയതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം എന്നും മലയാള മനോരമ പറയുന്നുണ്ട്. സിൽവർ ലൈൻ വിട്ട് പുതിയ രാഷ്ട്രീയ ലൈൻ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് കാഴ്ചപ്പാട് പേജിൽ, അതായത് 8-ാം പേജിൽ മലയാള മനോരമ വിശദമായി തന്നെ ഈ വാർത്തയെ സമീപിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. മനോരമയുടെ ഉൾപേജിലേക്ക് വരുമ്പോൾ 4-ാം പേജിൽ നൽകിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് തുടർ നടപടികൾ അവസാനിപ്പിച്ച ഹൈക്കോടതി എന്ന തലക്കെട്ടിൽ ഒരു ഘട്ടത്തിൽ വലിയ വിവാദമായ സ്പ്രിംഗ്ലർ ഇടപാടുമായി ബന്ധപ്പെട്ട കോവിഡ് കാലത്തെ സ്പ്രിംഗ്ലർ കരാറുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടാണ്. ഡേറ്റ പങ്കുവെക്കാനുള്ള ദുരുദ്ദേശം സർക്കാരിനുണ്ടായിരുന്നില്ല എന്നാണ് കോടതി വിലയിരുത്തലെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. കോവിഡ് ബാധിതരെ തിരിച്ചറിയാൻ സ്പ്രിംഗ്ലർ കമ്പനിയുടെ സാങ്കേതിക വിദ്യ മാത്രമാണ് സർക്കാർ ഉപയോഗിച്ചത് എന്നാണ് ഈ കണ്ടെത്തലിൽ പറയുന്നത്. പ്രാധാന്യത്തോടുകൂടി മനോരമ ഈ വാർത്തയെ സമീപിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. സാധാരണ ഇത്തരത്തിലുള്ള വാർത്തകൾ പലപ്പോഴും വരുമ്പോൾ വലിയ രൂപത്തിൽ അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയും എന്നാൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് അത് മാറുമ്പോൾ വിട്ടുകളയുകയും ചെയ്യുന്ന രീതികൾ നമുക്ക് കാണാം. പക്ഷേ എന്നാൽ ഇന്ന് പത്രങ്ങൾ പ്രാധാന്യത്തോടുകൂടി ഈ സ്പ്രിംഗ്ലർ കരാറുമായി ബന്ധപ്പെട്ട് അതിൽ വീഴ്ചയില്ല എന്നുള്ള റിപ്പോർട്ടിന് പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. മാതൃഭൂമിയുടെ മുൻപേജിലേക്ക് എത്തുമ്പോൾ മാതൃഭൂമി പ്രധാനപ്പെട്ട വാർത്തയായി എടുത്തു കാട്ടുന്നത് അജിത് പവാറിൻ്റെ മരണം. അത് നോവായി ദാദ എന്ന തലക്കെട്ടിലാണ് ആ റിപ്പോർട്ടിനെ സമീപിക്കുന്നത്. ആ 26 മിനിറ്റ് വിമാന അപകടത്തിൻ്റെ മിനിറ്റുകൾ തിരിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ട് DGCA എന്ന ഉപതലക്കെട്ട് നൽകിക്കൊണ്ട് ചിത്രങ്ങളടക്കം നൽകിക്കൊണ്ട് വിശദമായ റിപ്പോർട്ട് നൽകുകയാണ്. ഇതോടൊപ്പം തന്നെ മുൻപേജിൽ പ്രധാനപ്പെട്ട വാർത്തയാകുന്നത് ഇന്നലെ വൈകി വന്ന ആ കെയറെയിലിന് ബദലായി അല്ലെങ്കിൽ കെയറെയിൽ ഉപേക്ഷിച്ച് സിൽവർ ലൈൻ ഉപേക്ഷിച്ച് സംസ്ഥാന സർക്കാർ വേറെ റെയിൽ പദ്ധതിയിലേക്ക് പോകുന്നു എന്നുള്ള റിപ്പോർട്ട്. അത് വേറെ റെയിൽ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് തന്നെ മാതൃഭൂമി മുൻപേജിൽ നൽകുകയാണ്. മാതൃഭൂമിയും പറയുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ഈ വമ്പൻ പ്രഖ്യാപനം എന്നാണ്. ഉൾപേജിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ മാതൃഭൂമി നൽകുന്നുണ്ട്. മാതൃഭൂമിയുടെ 9-ാം പേജിലേക്ക് എത്തുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രത്യക്ഷപ്പെടുന്നു. കട്ടിളപ്പാളി പഴയത് തന്നെ, പക്ഷേ സ്വർണം നഷ്ടമായി എന്നാണ് പറയുന്നത്. ഇതോടൊപ്പം തന്നെ തന്ത്രിയുടെ ജാമ്യാപേക്ഷ ഫെബ്രുവരി 2-ന് പരിഗണിക്കും എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നൽകുന്നുണ്ട്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട VSSC-യിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയുടെ ഫലവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ്. കട്ടളപ്പാളി പഴയത് തന്നെയാണ്, തിരിച്ചെത്തിച്ചത് പഴയ കട്ടളപ്പാളി തന്നെയാണ്, പക്ഷേ വൻതോതിൽ സ്വർണ്ണം നഷ്ടമായതാണ് മാതൃഭൂമിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ന് കേരളത്തിൻ്റെ ബജറ്റ് പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ തന്നെ അടുത്ത ദിവസങ്ങളിൽ കേന്ദ്ര ബജറ്റിലേക്കും കടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾക്ക് വലിയ പ്രാധാന്യമെന്ന് മലയാള പത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ഒന്ന്
രാഷ്ട്രപതിയുടെ അഭിസംബോധനയോടുകൂടി പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ്. ഇതിൽ രാഷ്ട്രപതി ഉയർത്തിക്കാട്ടിയ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള റിപ്പോർട്ട് വാർത്തയും വീക്ഷണം പേജിൽ മാതൃഭൂമി നൽകുന്നുണ്ട്. സർക്കാരിന്റെ ലക്ഷ്യം സാമൂഹിക നീതി രാഷ്ട്രപതി എന്ന തലക്കെട്ടിൽ ഈ റിപ്പോർട്ട് നൽകുന്നു. ഇതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് വർഷമാണ് ഇത്. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. കേന്ദ്ര ബജറ്റിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്ന ഒരു റിപ്പോർട്ട് മാതൃഭൂമി ഇതോടൊപ്പം ചേർത്ത് വെക്കുന്നുണ്ട്. അത്തരത്തിൽ ബജറ്റുമായി ബന്ധപ്പെട്ട് ബജറ്റ് പ്രതീക്ഷകളുമായി ഒക്കെ ബന്ധപ്പെട്ട് വലിയ ഇടം ഇന്ന് മലയാള പത്രങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. മാധ്യമം എത്തുമ്പോൾ വിമാനം തകർന്ന അജിത് പവാർ കൊല്ലപ്പെട്ടു എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പ്രധാനപ്പെട്ട വാർത്തയെ കാണാൻ കഴിയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ മുൻപേജിൽ മാധ്യമം എടുത്തു കാട്ടുന്നത് കേരളത്തിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ്. സാമ്പത്തിക സർവേ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ്. ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 6.19% വളർച്ച എന്ന തലക്കെട്ടിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടാണ്. 2024-2025 സാമ്പത്തിക വർഷം ആഭ്യന്തര ഉൽപ്പാദനത്തിലടക്കം കേരളം മികച്ച സാമ്പത്തിക പുരോഗതി കൈവരിച്ചതായി സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. സംസ്ഥാനത്തിൻ്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 6.19% വളർച്ച രേഖപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട് അടിവരയിടുന്നത് എന്ന് മാധ്യമത്തിൻ്റെ റിപ്പോർട്ട് പറയുന്നു. വയനാട് ദുരന്തബാധിതരുടെ വായ്പ സർക്കാർ ഏറ്റെടുക്കുമെന്ന മന്ത്രിസഭയുടെ നിർണായക പ്രഖ്യാപനം ഇന്നലെ ഉണ്ടായി. ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മുൻപേജിൽ നൽകുന്നുണ്ട്. മാധ്യമം ഏറ്റെടുക്കുന്ന 555 പേരുടെ 18.75 കോടി രൂപയുടെ ബാധ്യതയാണ്. അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകും എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നൽകുന്നുണ്ട്. കേരള കൗമുദി എത്തുമ്പോൾ ഈ വാർത്തകളൊക്കെ തന്നെ അജിത് പവാറിൻ്റെ അകാല അന്ത്യം അതിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നായർ ഈഴവ ഐക്യത്തിലെ പിന്മാറ്റവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വലിയ പ്രാധാന്യത്തോടുകൂടി കേരള കൗമുദിയുടെ മുൻപേജിൽ ഇടം പിടിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളി നടേശൻ്റെയും പ്രസ്താവനകളെ കേന്ദ്രീകരിച്ചാണ് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. സുകുമാരൻ നായരെ തള്ളിപ്പറയില്ല എന്ന് വെള്ളാപ്പള്ളി പറയുന്നതിനും പിന്മാറ്റത്തിന് പിന്നിൽ ബാഹ്യ ഇടപെടൽ ഇല്ല എന്ന ജി സുകുമാരൻ നായരുടെ പ്രസ്താവനയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് നൽകുന്നത്. ഇതിൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഒന്നുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ഐക്യമുണ്ടാകുമെന്ന്. അതും എടുത്തു കാട്ടുന്നുണ്ട് കേരള കൗമുദി മുൻപേജിൽ. കേരള കൗമുദിയുടെ എഡിറ്റോറിയൽ പേജിലേക്ക് എത്തുമ്പോൾ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഒരു അഭിമുഖം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പാർട്ടിയെയും സർക്കാരിനെയും വേട്ടയാടി തോൽപ്പിക്കാനാവില്ല എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. ഇതോടൊപ്പം ഇടത് സർക്കാർ 3ാം തവണയും അധികാരത്തിൽ വരുമെന്നും MV ഗോവിന്ദൻ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നില്ല എന്നും തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കും എന്നുമൊക്കെ MV ഗോവിന്ദൻ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറയുന്നുണ്ട്. ഇതോടൊപ്പം KM ഷാജിയെ കടന്നാക്രമിക്കുന്നതായും കാണാൻ കഴിയുന്നുണ്ട്. ഷാജി ലീഗ് ജമാഅത്തെ ഇസ്ലാമി പാലാം അല്ലേ, അയാളല്ലേ അജണ്ട തീരുമാനിക്കുന്നതെന്ന് അടക്കമുള്ള വിമർശനങ്ങൾ MV ഗോവിന്ദൻ ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച ഇടത് സർക്കാരിൻ്റെ നേട്ടങ്ങൾ ചില്ലറയല്ല, അതിൻ്റെ ഫലം തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുമെന്നാണ് പാർട്ടി സെക്രട്ടറി പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. ദേശാഭിമാനിയിലേക്ക് എത്തുമ്പോൾ അതിവേഗ റെയിൽ പാതയും വയനാട് ദുരിതബാധിതരുടെ വായ്പാ കുടിശ്ശിക സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചതിനെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മുൻപേജിൽ റിപ്പോർട്ട് നൽകുന്നത്. മറ്റ് പത്രങ്ങളിൽ കണ്ടതിന് സമാനമായ വിശദാംശങ്ങൾ തന്നെയാണ് നമുക്ക് ദേശാഭിമാനിയിൽ കാണാൻ കഴിയുന്നത്. ദേശാഭിമാനിയുടെ ഉൾപേജിലേക്ക് എത്തുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന് തിരിച്ചടി എന്ന ആംഗിളിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടാണ്. ഡാറ്റ സുരക്ഷിതം, സർക്കാർ നടപടി ശരിയാണ് എന്ന് കോടതി വിലയിരുത്തിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പ്രതിപക്ഷ വാദങ്ങളെല്ലാം തള്ളി ഹൈക്കോടതി. സർക്കാർ ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ചതിൽ തെറ്റില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതോടൊപ്പം തനത് വരുമാനത്തിലും GSDP-യിലും കുതിപ്പ്, കേരളം വളർന്നു എന്ന സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ മുൻപേജിൽ നൽകുന്നുണ്ട്. വീക്ഷണത്തിൻ്റെ മുൻപേജിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ചർച്ചയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇടം പിടിക്കുന്നുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ച KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും ചുമതലയാണ്. MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് സംബന്ധിച്ച വാർത്തകളിൽ നിലവിൽ പാർട്ടി തീരുമാനമെടുത്തിട്ടില്ല എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഹിന്ദു അടക്കം ഇംഗ്ലീഷ് പത്രങ്ങളിലേക്ക് എത്തുമ്പോൾ മഹാരാഷ്ട്രയിലെ ദുരന്തമടക്കമുള്ള റിപ്പോർട്ടുകൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള ഈ അതിവേഗ RRTS പദ്ധതി അടക്കമുള്ള റിപ്പോർട്ടുകൾക്കും വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇന്ന് പത്രങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ. സേതു.